ഇത് വെറും തുടക്കം മാത്രമേ ഉള്ളൂ. ഇനിയാണ് കളിയുള്ളത് അല്ലേ? പിന്നെ ഇനി അങ്ങോട്ട് ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, എല്ലാ കളിയുണ്ട്. എല്ലാ കളിയുണ്ട്. അത്ര നമ്മൾ കൂടുതൽ പൊക്കി പറയൂല. സൂപ്പർ ലൈഫ്. ഇപ്പോഴാണ് ഒരു റൈഡറിന്റെ ഈ പാന്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ വേറെ വിഷയം നൈസ് ആയിരിക്കും. ഇപ്പൊ നമുക്കിവിടെ ബ്രാൻഡ്സ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈനോക്സ്, റൈസ്, ആൽപൈൻ സ്റ്റാർ, പിന്നെ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ വാക്യത്ത് വർണ്ണം പോയില്ല വാക്കുകളും. അപ്പൊ പോവാ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ പ്രവീൺ ചേട്ടന്റെ പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേരെന്ന് പറയുന്നത് ഫ്ലൈയിങ് ഈഗിൾ മോട്ടോർ സൈക്കിൾ ഹബ്ബാണ്. അപ്പൊ നമ്മളെ കൂടുതൽ ആർക്കെങ്കിലും ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ യൂസ് ആവും. കാരണം അവിടുത്തെ ഫുൾ സംഭവം എന്ന് പറയുന്നത് ബൈക്ക് ആക്സസറീസ് ആണ്. ബൈക്ക് ആക്സസറീസ് മാത്രമല്ല, സൂപ്പർ ബൈക്ക് റെന്റിന് കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ സംഭവം കാണിച്ചിടാം. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻഡ് അടിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ചു പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം, എല്ലാ ഷൂട്ടിങ്. ബാ ബാ ബാ. അതായത് ലൊക്കേഷൻ വന്നിട്ട് വെൺപാലോട്ട ഇമ്പീരിയൽ കിച്ചൻ്റെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ടെന്ന് പറഞ്ഞ്, അതെവിടെയാണ് റോഡ് നോക്കട്ടെ? അവിടെ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇതിൻ്റെ അകത്തായിരിക്കും. ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട്. ആ ലോകം വേണ്ട, സൂപ്പർ ആക്കിയല്ലേ, ഫ്ലൈയിങ് ഈഗിൾ. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. നമ്മളുടെ പ്രവീൺ അണ്ണൻ്റെ പുതിയ സ്ഥാപനം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് അകത്തോട്ട് പോയാലോ? ഫ്ലൈയിങ് ഈഗിൾ മോട്ടോർ സൈക്കിൾ ഹബ്. കമോൺ ഗൈസ്. ആ ചേട്ടാ, കൈയോട് പൊളി തന്നെ കേട്ടാ, വേറെ രക്ഷയില്ല. ഒരുപാട് ലെവലോട്ട് ഇനി പോകണം. ഇതൊന്നും മാത്രം പോരാ, ട്രിവാൻഡ്രം മൊത്തം നമുക്ക് ബ്രാഞ്ച് പോകണം കേട്ടല്ലോ. ഇത് വെറും തുടക്കം മാത്രമേ ഉള്ളൂ. ഇനിയാണ് കളിയുള്ളത് അല്ലേ? പിന്നെ ഇനി അങ്ങോട്ട് ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, എല്ലാ കളിയുണ്ട്. എല്ലാ കളിയുണ്ട്. അത്ര തന്നെ. നമ്മൾ കൂടുതൽ പൊക്കി പറയൂല. നമ്മളെപ്പോഴും ഹമ്പിളാണ് അല്ലേ? അത്രേ ഉള്ളൂ. എപ്പോഴും നിൽക്കാം. അപ്പൊ എങ്ങനെ ഹാപ്പിയാണോ? ഹാപ്പി. ഇപ്പൊ എന്നാ ഇനോഗ്രേഷൻ ആണ്? ഇനോഗ്രേഷൻ ജൂലൈ 16. ജൂലൈ 16. അപ്പോൾ ബാക്കി കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ സെയിൽസും കാര്യങ്ങളല്ലേ തുടങ്ങി. അങ്ങനെ ഒരുപാട് അങ്ങനെ ഫുൾ ഫ്ലെഡ്ജിൽ തുടങ്ങിയില്ല. ഒന്ന് വിളക്ക് കത്തിച്ചൊന്ന് ഈ എൻക്വയറി ഒരുപാട് വരുന്നുണ്ട്. വരുന്നതിനെ മാത്രം അങ്ങനെ സെയിൽ ചെയ്യുന്നു, പരസ്യമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി മേളിൽ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇനി അത് പ്ലാൻ ചെയ്ത് ആ ഡേറ്റ് ഫിക്സ് ആക്കി വെച്ചുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. കുറച്ച് മാർക്കറ്റിംഗ് ഒക്കെ സ്ട്രോങ് ആക്കണം. ഇപ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മളെ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ സെയിൽസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. റെന്റിങ്, റൈഡും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി അടുത്ത സ്റ്റെപ്പാണ്. അപ്പോൾ ബൈക്ക് റെന്റും റൈഡും കാര്യങ്ങളൊക്കെ ഇനിയാണ് വരുന്നത്. അത് പിന്നെ പറയപ്പെടാനുള്ളത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ എന്തൊക്കെയാണ് സംഭവം? ഫസ്റ്റ് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ 3 ഫ്ലോർ ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യം ഞാൻ ഒരു വേറൊരു കാര്യം പറയാം. ഞാനിത് തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ബൈക്ക് റൈഡ് ചെയ്യുന്ന അറിയാമല്ലോ. ഓക്കെ, അത് പറഞ്ഞില്ല. അന്ന് ഈ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, നമുക്ക് ഈ ബൈക്കേഴ്സിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ കേരളം വിട്ടു പോകണം. നമുക്ക് ബാംഗ്ലൂരോ ഡൽഹിയോ എവിടെയൊക്കെ പോയാലും നല്ല സാധനങ്ങൾ, പ്രീമിയം സാധനം കിട്ടുള്ളൂ. അഥവാ കേരളത്തിലാണെങ്കിൽ പോലും കൊച്ചിയിലോട്ട് പോകണം. റൈനോക്സിന്റെ ഒക്കെ ഷോറൂം കൊച്ചിയിലാണുള്ളത്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇല്ലെന്നല്ല, ഉണ്ട്. ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അതായത് ഞാനിപ്പം റൈഡിങ് ഗിയേഴ്സ്, അത് പ്രീമിയവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും, പിന്നെ ബൈക്ക് ആക്സസറീസ്, പിന്നെ അതുപോലെ തന്നെ റൈഡേഴ്സിന് ഹാങ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ്, കഫറ്റേറിയ, പിന്നെ അതുപോലെ റൈഡ് പാക്കേജ്. അതായത് ഞാനൊരു ഗൈഡഡ് മോട്ടോർ സൈക്കിൾ ടൂർ പോലെ ഒരു എന്താ പറയുക, മോട്ടോർ സൈക്കിൾ ടൂറിസം അത് ചെയ്യാനായിട്ട്. അതായത് അപ്പോൾ ഒരാൾ വരുന്നു, ഒരു ടീമിന് അവർക്ക് ഒരു 3 റൈഡ് പോകണം, അവരുടെ കയ്യിൽ പ്രീമിയം ബൈക്ക് ഇല്ല. നമ്മൾ ഈ സാധാരണക്കാർക്ക് ഈ പ്രീമിയം ബൈക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ തന്നെ റൈഡ് അറേഞ്ച് ചെയ്ത് നമ്മൾ തന്നെ അക്കോമഡേഷനും അവർക്ക് ബൈക്കും കൊടുത്ത് ബാക്കപ്പ് കാർ എല്ലാം ഫുൾ സപ്പോർട്ട്. ഇതൊക്കെ ഒന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ട്രിവാൻഡ്രത്ത്. നമ്മുടെ ട്രിവാൻഡ്രം ഒന്ന് ഡെവലപ്പ് ആവട്ടെ. ട്രിവാൻഡ്രം ആയാലും കേരളം ആയാലും ഡെവലപ്പ് ആവണം. നമ്മൾ അങ്ങ് വേറെ സ്റ്റേറ്റുകളിലുള്ള സാധനങ്ങൾ ഇവിടെ വന്നാലേ നമുക്ക് വേറെ ഒരു എങ്ങോട്ടും പോവാതെ ഇവിടുന്ന് തന്നെ എല്ലാ സാധനങ്ങളും. ഇനി അഥവാ ഇനിയിപ്പോൾ ഒരാൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് പറ്റിയ വണ്ടി സജസ്റ്റ് ചെയ്യും. വണ്ടിക്ക് വേണ്ടിയുള്ള ഫിനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും, വണ്ടി കണ്ടുപിടിച്ച് കൊടുക്കും. പിന്നെ അങ്ങനെ ആ പുള്ളിക്ക് വണ്ടി റൈഡ് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി കൊടുക്കും, റൈഡ് കൊടുക്കും, റൈഡിംഗ് ഗിയേഴ്സ് കൊടുക്കും. പിന്നെ ഇനിയിപ്പോൾ റൈഡിംഗ് ഗിയേഴ്സിന്റെ റെന്റലും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ശരിയാണല്ലോ, ഒരു സൂപ്പർ ബൈക്ക് എടുക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി എന്തെടുക്കാന്നുള്ള കാര്യത്തിൽ. അത് നമ്മുടെ ടൈപ്പിനുള്ള വണ്ടി ഏതെന്ന് ആദ്യം കൺഫേം ചെയ്യണം. ഇപ്പൊ ഞാനൊരു സ്പോർട്സ് ബൈക്ക് ഓടിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി, റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി, ഓഫ് റോഡ് ആണെങ്കിൽ ടൂറർ, പിന്നെ ക്രൂസ് ടൈപ്പ് ബൈക്കുകൾ, പിന്നെ സ്പോർട്സ് ബൈക്ക്, ഇങ്ങനെയുള്ള പല ഇതുള്ള അഡ്വഞ്ചർ ടൈപ്പ്. ഇത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കും. അതിനുവേണ്ടിയുള്ള ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിനുവേണ്ടിയുള്ള വണ്ടി പിന്നെ ഈ പറഞ്ഞ കണ്ടുപിടിച്ച് നല്ല ഒരു റൈഡിംഗ്
റൈഡിങ് കമ്മ്യൂണിറ്റിയും കൂടെ പുള്ളി അവർക്ക് കൊടുക്കും. സുധീഷ് ബൈക്ക് ഓടിക്കണം അല്ലെങ്കിൽ ബൈക്ക് വേണമെന്ന് മനസ്സിൽ ആലോചിക്കുമ്പോൾ ഞാൻ പൊക്കി എടുത്ത് കൊണ്ടുപോയി സുധീഷിന് വേണ്ട ഒരു ബൈക്ക് തരും. അങ്ങനെ ആവശ്യം പറഞ്ഞാൽ അതല്ലേ കറക്റ്റായ ബൈക്ക് സെറ്റ് ചെയ്ത് തരും. അത്ര തന്നെ. എന്തായാലും ഞാൻ ഇവിടെ സെറ്റ് ആക്കുമല്ല, ഞാൻ വിചാരിച്ചേക്കാൾ ഒരു പടി മുകളിലാണ്. അതായത് ഒരു ബൈക്ക് റൈഡിങ് വേണ്ട എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. നമ്മളോട് അങ്ങോട്ട് കാല് വെച്ചാൽ മാത്രം മതി, ബാക്കിയുള്ള എല്ലാ കാര്യം ഇവിടെ പറഞ്ഞ് സെറ്റായി തരും. അപ്പൊ എന്തായാലും വേറെ പറയാനുണ്ട് ചേട്ടന്? സത്യം പറഞ്ഞ എനിക്ക് കാര്യം അത് പറയാൻ ഉണ്ടായിരുന്നു. ഞാൻ പണ്ടേക്ക് പറഞ്ഞാണ് ചേട്ടാ നിങ്ങൾക്ക് ഇതുപോലെ സ്ഥാപനം വേണമെന്നുള്ളൂ. അപ്പൊ ചേട്ടൻ പറഞ്ഞ് നമുക്ക് അത് വേണോ ഉദ്ദേശിച്ചത്? സമയമായില്ല അല്ലേ? സമയം ഉണ്ട് ദാസ അല്ലേ? അപ്പൊ എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ പാഷൻ ആണല്ലേ ഇത് ബൈക്ക് റൈഡിംഗ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം എനിക്ക് ബിസിനസ് ഉണ്ട്, എന്റെ ബിസിനസ് വേറെ ഉണ്ടല്ലോ. അത് എനിക്ക് ഇത് എന്റെ ഒരു പാഷൻ കൊണ്ട് ഞാൻ തുടങ്ങിയത്. പിന്നെ ഇതൊരു വലിയ എന്താ പറയാ കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ളതിലൊരു മാന്യമായിട്ടുള്ള ഒരു രീതിക്ക് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഇപ്പം എല്ലാം കയറിയിട്ടില്ല. ഇപ്പം സാധനങ്ങൾ വരുന്നു, ഓരോന്നും ലോഡ് ചെയ്തോണ്ടിരിക്കും. ഇനിയും 10-20 ദിവസം ഉണ്ട്. അതിനകത്ത് വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത്. അപ്പൊ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. കണ്ടല്ലോ, ഇവിടെ തന്നെ സത്യം പറഞ്ഞാൽ നമുക്കുള്ള ഐറ്റമാണ്. അതായത് അഫോർഡബിൾ റേറ്റിൽ വാങ്ങുന്ന എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇവിടെ വന്ന ഹെൽമെറ്റ് LS2, SMK, MT, ആക്സർ, വേഗ, എറോസ്റ്റാർ, പിന്നെ വന്നിട്ട് സ്റ്റഡ്സ്, സ്റ്റീൽ ബഡ് സംഭവം. ഇപ്പൊ യാതൊരു ബ്രാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അതിൽ ടോപ്പ് എൻഡും ഉണ്ട്, ലോ എൻഡും ഉണ്ടല്ലോ എല്ലാത്തിനും അല്ലേ? ഈ പച്ച കൊള്ളാം അല്ലേ? അയ്യോ താന്തോ സൂപ്പർ കളർ അല്ലേ? നല്ല ഇറക്കുന്ന കളറാണ്. ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ റോഡിൽ എല്ലാവരും നമ്മൾ തിരിഞ്ഞു നോക്കും. ഇത് സേഫ്റ്റിക്കാണ് മെയിനായിട്ട്, തിരിഞ്ഞു നോക്കാനല്ല. സംഭവം വെയിറ്റ് കുറവല്ലേ? വെയിറ്റ് കുറവാണ്. കൊള്ളാമല്ലോ. ആണ് വില കൂടിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ക്വാളിറ്റി കാണും. ഓക്കെ, അടിപൊളി. അതിനുണ്ട്. അപ്പോൾ ഈ ലുക്കിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ റോഡിൽ നമ്മളെ നോക്കും എല്ലാവരും. അപ്പോൾ ഇതാണ് ലുക്ക്. അതിനുണ്ട് സംഭവം കറക്റ്റ് ഫിറ്റ് തന്നെ. ഈ സൈഡ് എങ്ങനെയുണ്ട്? ഈ സൈഡ് എങ്ങനെയുണ്ട്? ഞാൻ സത്യം പറഞ്ഞ എന്തൊരു സാധനം വാങ്ങിച്ചാലും എൻ്റെ എല്ലാ ആംഗിളും നോക്കും. ഗ്ലാസ്സിൽ പോയിട്ട് ഒരു ഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ ഒരു ട്രയൽ റൂമിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് ഫ്രണ്ടിലാണ് നോക്കിയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും കൊള്ളാൻ തോന്നല്ലേ? അപ്പം ഹെൽമെറ്റ് കഴിഞ്ഞാൽ അടുത്തത് പറഞ്ഞത് സൈലൻസറാണ്. സൈലൻസറല്ലേ? എന്തോ എക്സോസ്റ്റ് നമ്മളൊക്കെ അങ്ങനെ സൈലൻസറേ പറയുള്ളൂ. അപ്പോൾ ചേട്ടാ ഇതിനെപ്പറ്റി എന്തെങ്കിലും 4 വാക്കും പറഞ്ഞ കൊള്ളായിരുന്നു. കാരണം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. എനിക്കറിയാവുന്നത് എക്സോസ്റ്റ് എത്ര പല മോഡലിൽ പല ലുക്കിലിരിക്കുന്ന സാധനങ്ങൾ, പല സൗണ്ട് വരുമായിരിക്കും അല്ലേ? അതായത് ഇത് ഓരോന്നും ഓരോ കമ്പനി ഓരോ ബൈക്കിന് വേണ്ടിയുള്ളതാണ്. ഇപ്പം ഉദാഹരണ ഇത് സൂപ്പർ മെറ്റിയോറിൻ്റെ ആണ്, ബുള്ളറ്റിൻ്റെ ആണ്. ഇതും അതുപോലെയാണ്. പിന്നെ ബാക്കി FCയുടെ ഉണ്ട്, KTM ഉണ്ട്, പൾസറിന്റെ ഉണ്ട്. നമ്മൾ ഇത്ര ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ, ബാക്കി സാധനങ്ങളുണ്ട്. സാർ നമ്മൾ യൂസ് ചെയ്യുന്ന ബൈക്കിന്റെ മോഡലിൽ എല്ലാ എക്സോസ്റ്റും ഉണ്ട് ഇവിടെ തന്നെ. മാറ്റി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു 2000 മുതൽ അങ്ങോട്ട് ഒരു 10-12 രൂപ വരെയുള്ള എക്സോസ്റ്റുകളുണ്ട്. ഇത് നമ്മുടെ ബുള്ളറ്റിന് യൂസ് ചെയ്യാം. മറ്റേ താഴെ വരുന്നതാണ് ഇങ്ങനെ ഹാൻഡിലിന്റെ അവിടെ. ബുള്ളറ്റ് ഇങ്ങനെ താന്ന് പറഞ്ഞല്ലേ? ഇതും മിററാണ്. ഇത് മിററാണല്ലേ? FCക്കൊക്കെ ഉള്ള മറ്റേ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടല്ലേ? ഇതിലും കാണാൻ പറ്റില്ല കേട്ടോ. സ്റ്റൈലിഷ് അല്ലേ ഇതൊക്കെ? ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പയ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. അത് മിററാണല്ലേ? ഇത് മിറർ. അപ്പോൾ എല്ലാ ടൈപ്പ് മിറർ ഇവിടെ ഉണ്ട്. നമുക്ക് ചെറുത് മുതൽ വലുത് വരെ നമ്മൾ ഇഷ്ടം എടുത്താൽ. ഇത് കൊള്ളാട്ടാ. കത്തി പോലെയാണല്ലേ? കത്തി ഇങ്ങനെ എടുത്ത് നെഞ്ചാടാ. ശരിയാണ്. പിന്നെ ഫോഗ് ലാമ്പുകൾ. പിന്നെ അവിടെ ഫോഗ് ലാമ്പാ? എല്ലാത്തിൻ്റെയും ഫോഗ് ലാമ്പുകളുണ്ട്. ഫോഗ് ലാമ്പ് ഇത് ബുള്ളറ്റിൻ്റെ ഹോണ്ടയുടേത് എല്ലാം ഉണ്ട്. ഹോണ്ട ഹൈനഫിൻ്റെ ഒക്കെ ഇതൊക്കെ ഫോഗ് ലാമ്പ്. ഇത് സൺഗ്ലാസ്. സൺഗ്ലാസ് മീൻസ് ഗൂഗിൾസ്. മറ്റേ ഇതിൻ്റെ റൈഡ് ചെയ്യുമ്പോൾ റൈഡിംഗ് ഗ്ലാസ് അല്ലേ? അതിന് സെപ്പറേറ്റ് ഇതുണ്ട്. 2 ഷെയ്ഡുണ്ട്. നൈറ്റ് വിഷനുമാണ്. നൈറ്റ് വിഷൻ ആണോ? നൈറ്റ് വിഷൻ ആണ്. ഫ്ലാറ്റ് ഉണ്ടോ? നല്ല സ്റ്റൈലായി. ഇപ്പൊ സുധീഷ് ഇപ്പൊ ഒരു സിനിമ നടന്ന ലുക്കായി. സിനിമയിലൊക്കെ അഭിനയിച്ച് വരെ. ഞാൻ ഷോർട്ട് ഫിലിം വരച്ചോണ്ടിരിക്കണം. ഇപ്പൊ ചിലപ്പോൾ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെ അടുത്ത പോകാൻ ആഗ്രഹമുണ്ട്. പിന്നല്ല, നമ്മളൊക്കെ ടിക്കറ്റ് എടുത്ത് കാണാൻ വരും അല്ലേ? ഇപ്പൊ ഇവിടെ വന്നിട്ട് കൊച്ചു പിള്ളേർക്കുള്ള ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട്. വേണ്ട, അതും വില അനുസരിച്ചിട്ടുണ്ട്. വില കൂടിയതും കുറഞ്ഞതായിട്ടുണ്ട്. ഹെൽമെറ്റ് ക്ലീനർ ഉണ്ട്. ഇപ്പോൾ ചെയിൻ ലൂബിന് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. പിന്നെ ഫോം ക്ലീൻ ഉണ്ട്. പിന്നെ ഇവിടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ബാഗ് കാര്യങ്ങളല്ലേ? ഇതൊക്കെ ടാങ്കിൽ ഫിറ്റ് ചെയ്യുന്ന ബാഗല്ലേ? ടാങ്ക് ബാഗ് തന്നെ. അപ്പോൾ ഇവിടെ ഫുൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജാക്കറ്റാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇതൊക്കെ. താഴത്തെ ഫ്ലോറിൽ ഇത്രയും ഉണ്ട്. ഇനിയും കൂടുതൽ വരാനുണ്ട്. ഇപ്പോൾ നേരെ മോളിൽ പോയാലോ? അവിടെയാണ് സംഭവങ്ങളുള്ളത്. അപ്പോൾ അടുത്ത റൈഡിങ് പാൻറ് ഉണ്ട്. ജീൻസ് പാൻറ്, റൈഡിങ് ജീൻസ്.
ഈ സംഭവം സാധാ ജീൻസ് അല്ല, ഇതിൻ്റെ അകത്ത് മറ്റേ ഇതൊക്കെ ഉണ്ട്, ഷീൽഡൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും ആവാതിരിക്കാനായിട്ടുള്ളത്. ഇത് നമുക്ക് ജീൻസ് ആയിട്ട് യൂസ് ചെയ്യാം, റൈഡിങ് പാൻറ്റായിട്ട് യൂസ് ചെയ്യാം, രണ്ട് യൂസ് ചെയ്യാം അല്ലേ. ഇതൊക്കെ മതി എനിക്കൊക്കെ. എനിക്ക് അതുപോലത്തെ പാൻറ്റൊന്നും വലിയ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്രീമിയം ബ്രാൻഡ്സ് ആണ്. അപ്പോൾ ഈ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൽപൈൻ സ്റ്റാറിൻ്റെ നല്ല ബ്രാൻഡ് സാധനമാണ്. ഇതിന് ജാക്കറ്റും ഉണ്ട്, പാൻറ്റും ഉണ്ട്. ഇത് ഫുള്ളും ഒറ്റ ഇതിനാണ് കേട്ടോ, സെപ്പറേറ്റ് അല്ലല്ലേ. ഇതൊക്കെ സ്പോർട്സിൻ്റെ ഇതാണല്ലേ, സ്പോർട്സ് കാറ്റഗറിയാണോ. ഇത് ഫുൾ സെറ്റോടെയാണ്. അതേപോലെ ഇപ്പുറത്ത് നിന്ന് ജാക്കറ്റ് മാത്രമായിട്ടുണ്ട് ആൽപൈൻ സ്റ്റാറിൻ്റെ. പിന്നെ ഇത് ഗ്ലൗസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം പ്രീമിയം ബ്രാൻഡ് ഹെൽമെറ്റ്സ് ആണ്. ഈ ഹെൽമെറ്റ് ഒരു പ്രത്യേകത ഉണ്ട്, കാണിച്ചു തരാം. ഈ സംഭവം കണ്ട, ഒരു കുട്ടി ഹെൽമെറ്റ് പോലെ ഇരിക്കണം, പക്ഷേ ഇത് ഹെൽമെറ്റ് അല്ല, ഇത് ബ്രാൻഡിൻ്റെ ഒരു മെറ്റീരിയലാണ് അല്ലേ. ഇതിൻ്റെ ഈ ഹെൽമെറ്റിൻ്റെ അകത്ത് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഡെമോ എന്ന് പറയാം. നല്ല കനമാണ്, പെട്ടെന്ന് വീണാൽ പൊട്ടാനൊന്നുമില്ല. സെറ്റ് ചെയ്യുന്ന കേട്ടോ, ഒരു രക്ഷയില്ല എൻ്റെ അമ്മ. ഇപ്പോൾ ബൂട്ടിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബൂട്ടാണ്, അത്രയും പറയാനുള്ളൂ. സംഭവം കൊള്ളാം. ഒരു റൈഡിങ് പോകാൻ നേരത്ത് എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി കൂടുതലാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, നല്ല കട്ടിയുണ്ടോ. സാധാ ഷൂ പോലെ അല്ല, ഇതുപോലത്തെ ഐറ്റം കൊള്ളല്ലേ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെളിയും മഴയത്തൊക്കെ പോകുമ്പോൾ നനയാതെ നോക്കാം മാക്സിമം അല്ലേ. ഇതാ കമ്പനി ഇത് റൈഡാ. അപ്പോൾ ബൂട്ടിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് തന്നെ ഉണ്ട് ഏകദേശമൊക്കെ. ഒറാസോ ഉണ്ട്, പിന്നെ റൈഡാ ഉണ്ട്, പിന്നെ വന്നിട്ട് ആൽപൈൻ സ്റ്റാർ എന്നൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. ഇവിടുത്തെ ഒരാളുണ്ടായ പുള്ളി കാണാനില്ല, അപ്പോൾ ചോദിക്കായിരുന്നു ഉണ്ടാ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ബ്രാൻഡ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു അവരത്ത്. ഇപ്പം നമുക്കിവിടെ ബ്രാൻഡ്സ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈനോക്സ്, റൈസ്, ആൽപൈൻ സ്റ്റാർ, പിന്നെ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? എൻ്റെ വാക്യത്ത് വർണ്ണം പോലില്ല വാക്കുകളും. ഞാൻ റൈഡറാണ്, എന്നാലും പോലും വലിയ സത്യം പറഞ്ഞാൽ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതാണ് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തത്. ഇപ്പം നമുക്ക് ബ്രാൻഡ്സ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈനോക്സ്, റൈസ് മോട്ടോ, ഒറാസോ, പിന്നെ ആൽപൈൻ സ്റ്റാറിൻ്റെതുണ്ട്, പിന്നെ റൈഡ, ഇങ്ങനത്തെ ബ്രാൻഡ്സ് ഉണ്ട്. റേറ്റൊക്കെ എങ്ങനെയാണ് വരുന്നത്? റേറ്റ് കൂടുതലാക്കി പ്രീമിയം അല്ലേ? പ്രീമിയം ബ്രാൻഡ്സ് ആണ്. ഇപ്പോൾ ജാക്കറ്റിന്റെ ബേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6000 തൊട്ടുള്ള ജാക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബൂട്ട്സിന്റെ കാര്യം വരുമ്പോഴും 4000, 5000 അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൂട്ട് ഇട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ബൂട്ടിന്റെ മോഡൽ നോട്ടെ ആദ്യം. എനിക്ക് വന്നിട്ട് ഇതുപോലത്തെ മോഡലാണ് ഇഷ്ടം. ഇത് സൈസ് ഇത് കറക്റ്റാണോ സൈസിന്റെ? 9 തൊട്ട് 10 ഉണ്ട്. ചിലപ്പോൾ ഇടാൻ പറ്റുമോ? ഇത് അങ്ങനെ ഒരു ക്ലിപ്പ് ടൈപ്പ് ആണല്ലേ? അലുമിനിയം ബക്കിളാണ് വരുന്നത്. അത് കൊള്ളാം, കുറച്ച് എളുപ്പമുണ്ട് ഇടാനായിട്ട്. മറ്റേ നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കണ്ടേ. സത്യം പറഞ്ഞാൽ ചില ആൾക്കാരെ കാണുമ്പോൾ റൈഡിങ് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ കൊതിയാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് റൈഡ് പോകണം എന്നുള്ളത്. കുറച്ച് പൈസ കൈ വന്നാൽ മതി, നമുക്ക് ഇതുപോലെ ജാക്കറ്റും ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് റൈഡ് പോകാം അല്ലേ. അയ്യോ, ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്യണത് അതിൻ്റെ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സൂപ്പർ. കൊള്ളാം, നല്ല വെയിറ്റ് ഉണ്ട്. കൊള്ളാം അല്ലേ. ഇത് എത്ര വില പറഞ്ഞത്? ഇതിപ്പോൾ നമുക്ക് 25,000. 25,000 അത്രേ ഉള്ളൂ, സിമ്പിൾ. ടൈറ്റ് ആണോ കുറച്ച്? ഓ ശരിയാണ്, നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത സൈസ് നോക്കാം. ജസ്റ്റ് 25,000 പറഞ്ഞിരിക്കുന്നത്. ആ പറയാനുള്ള മനസ്സുണ്ട്, അതാണ് നോക്കേണ്ടത്. സൈസ് മാച്ചാണല്ലോ അല്ലേ? എൻ്റെ സൈസ് 10 പറഞ്ഞ ഷൂ സൈസ്. ഇപ്പോൾ എത്ര കറക്റ്റ് ആയിക്കല്ലോ? 44 ബൂട്ടിൻ്റെ സൈസ് വേറെയാണ്, 44 പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളെ സൈസിലുള്ള ജാക്കറ്റാണ് റൈഡയുടെ. സൂപ്പർ നൈസ്. ഇപ്പോഴാണ് ഒരു റൈഡറിൻ്റെ പ്രോ റൈഡറായത്. ഈ പാൻറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വേറെ വിഷയം നൈസായിരിക്കും. വേണ്ട എത്ര മതി. ഇപ്പോൾ അങ്ങനെയുണ്ട്, നൈസല്ലേ? ആൻഡ് റൈഡർ, പ്രോ റൈഡർ. ഇപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പേര് റൈഡാണ്. ഇപ്പോൾ വില വരുന്നത് 9250 സംഭവം ഇട്ടപ്പോൾ നല്ലൊരു കംഫർട്ട് കൊള്ളാം, നന്നായി കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ജാക്കറ്റ് ഇട്ട് ഷൂ ഇട്ടപ്പോൾ നല്ലൊരു കംഫർട്ട് ഫീൽ സത്യം പറയാലോ. ഇപ്പോൾ ഇതിടുമ്പോൾ തന്നെ ഒരുപാട് നമ്മൾ ഒരു സുരക്ഷ ഫീൽ ചെയ്യാണ് ബൈക്ക് ഓടിക്കാൻ നേരത്തെ. ഇപ്പോൾ ഇവിടെ ഒരു ഷീൽഡുണ്ട്, ചെസ്റ്റിൻ്റെ ഷീൽഡുണ്ട്, അതേപോലെ കുറുക്കിലുമുണ്ട്, പിന്നെ ഏതാ ഷോൾഡർ ഭാഗത്ത്, തോളിൽ, അങ്ങനെ എല്ലാ ഭാഗത്തും ഏകദേശം എല്ലാ ഷീൽഡും അടങ്ങിയ ഒരു ജാക്കറ്റാണ്. അപ്പോൾ ഷൂവിൻ്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കംഫർട്ട് ഫീലാണ് തരണത് സത്യം പറയാലോ. നല്ല ലൈറ്റ് വെയിറ്റുമാണ്, അതേ സമയത്ത് നല്ല ഒരു ബൂട്ടിട്ട ഫീലൊന്നും തോന്നില്ല. സാധാരണ ഷൂ ഇടുമ്പോൾ തന്നെ ഇരിക്കണം സത്യം പറയാലോ. അപ്പോൾ റൈഡിങ് ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലെ ഷൂട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കൊള്ളാം, സംഭവം കൊള്ളാം, അടിപൊളിയായിരുന്നു. നടക്കാൻ കൊള്ളാം, അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് റൈഡ് പോകണ്ടേ സുധീഷേ? ഇരുന്നാൽ മതിയാ? ഓ, അടുത്ത വർഷം ആവട്ടല്ലേ, 2027 നമ്മളൊരു ലെവലാക്കി.
അപ്പോൾ ഓക്കെ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത സെക്കൻഡ് ഫ്ലോർ അല്ലേ, ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ നമ്മളിനി കഫേ ഉണ്ട്, അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഐറ്റംസ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച്. അടുത്ത പ്രാവശ്യം അവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ റീൽസ് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രോഡക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കഫറ്റേരിയ. സംഭവം സെറ്റാണല്ലോ. അപ്പോൾ പണികളൊക്കെ തീർന്നില്ലാതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു 19 പേർക്ക് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും മെനു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഐറ്റംസ് ഒക്കെ എന്നുള്ളത് ഭാവിയിൽ പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫ്ലൈയിങ് ഈഗിൾ മോട്ടോർ സൈക്കിൾ ഹബിൻ്റെ സംഭവങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഒരു മോളിൽ ഓപ്പൺ ടെറസ് ഉണ്ട്, അവിടെയും കൂടെ ഒരു സെറ്റപ്പ് ഭാവിയിൽ വരും. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു സൂപ്പർ ഏരിയ കേട്ടോ. അപ്പോൾ ബൈക്കിനെ ബന്ധപ്പെട്ട ആക്സറീസ് കാണണമെന്നുണ്ടെങ്കിൽ അതും വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉഗ്രം വൈബ് ഉണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നോവേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വരാം കേട്ടോ. വന്നിട്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ സൂപ്പറായിട്ട് പറഞ്ഞു. സംഭവം ഇവിടെ നോക്കിയപ്പോൾ മാക്സിമം എല്ലാ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ആൾക്കാർ എന്തായാലും നല്ല ഉപയോഗമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും സാധനം ബാങ്കിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലൈയിങ് ഈഗിൾ മോട്ടോർ സൈക്കിൾ ഹബിലോട്ട് വരിക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഓരോന്നെടുത്ത് നോക്കിയപ്പോൾ സത്യം പറയാം എനിക്കും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ദിവസം വരാം. അപ്പോൾ ഇതാണ് പ്രവീൺ ചേട്ടൻ്റെ ഓഫീസ്. അപ്പോൾ എന്തായാലും സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനങ്ങൾ, കാണുമ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു, അടിപൊളി, തൃപ്തിയായി. എന്തായാലും ഒരു ദിവസം വരാം, നമ്മളൊരു പ്രോ റൈഡർ ആകുമ്പോൾ ഇവിടെ വന്ന് ഫുൾ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. റൈഡിങ് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവീൺ ചേട്ടൻ നല്ലപോലെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് സാധനം ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ സെറ്റ് ചെയ്ത് തരാം. പിന്നെ അതേപോലെ സൂപ്പർ ബൈക്ക് റൈഡ്സിന്റെ കാര്യങ്ങൾ ഈ ഒരു ഇതിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത് ബൈക്കിന്റെ റൈഡിംഗ് പാക്കേജസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, അത് നമ്മൾ തന്നെ ഇപ്പം റൈഡ് ബാക്കപ്പ് കാറോട് കൂടി നമ്മൾ റൈഡ് കൊടുക്കും. അതിനകത്ത് കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്, നമുക്ക് എല്ലാം ചെയ്യുന്നത് നിയമപരമായിട്ട് ചെയ്യണം. നോർമലി നമ്മൾ ഈ ഓണേഴ്സ് വണ്ടി, പ്രൈവറ്റ് വണ്ടി നമ്മൾ ഒരിക്കലും റെന്റ് കൊടുക്കാൻ പാടില്ല. അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്, അതെടുക്കണം, അത് പെർമിറ്റ് എടുക്കണം. അപ്പൊ എന്നിട്ട് അത് ചെയ്യാം. അപ്പൊ അതിന്റെ പേപ്പർ വർക്ക് കുറച്ച് പ്രൊസീജിയറാണ്. ഇവിടെ എല്ലാ പേപ്പറും ശരിയാക്കി അത് സബ്മിറ്റ് ചെയ്ത് ഇത്ര ബൈക്ക് വേണം, ഗാരേജ് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്, പ്രൊഫഷണൽ ലൈസൻസ് എല്ലാം വേണം. അതായത് സൂപ്പർ ബൈക്ക് റൈഡ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഗ്രൂപ്പ് റൈഡ്. അതൊക്കെ ഒന്ന് അനുഭവിക്കണം ഒരു ദിവസം ജീവിതത്തിൽ അല്ലേ. പിന്നെ നമുക്കതൊക്കെ എല്ലാവർക്കും കൂടെ വേണ്ടി അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാം. പറയാനല്ലോ, ഒന്നുമില്ല. അതെ, വന്നതിൽ വളരെ സന്തോഷം സുധീഷ്. നമ്മളെ ഈ സംരംഭം എല്ലാവരും അറിയാൻ കഴിയുന്നെങ്കിൽ, അങ്ങനെ എല്ലാരും ഈ പറഞ്ഞ പോലെ നമുക്ക് പത്രത്തിൽ കൊടുക്കുന്നതിനേക്കാളും ഒക്കെ വളരെ വലിയ ഇങ്ങനെ നമ്മളത് നമ്മുടെ കമ്പനി അല്ലേ, നമ്മൾ വന്ന് ചെയ്തിരിക്കുന്നത് മോശമല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ ഇന്നോവേഷൻ സമയത്ത് വരാതാണ്, പ്രവീൺ പറഞ്ഞു ചുമ്മാ വരാൻ പറഞ്ഞോട്ടൊന്ന് ഫ്രീ ആണെങ്കിൽ ഇനോഗ്രേഷൻ ടൈമിൽ അത് എടുക്കാം. ഇത് സുധീഷ് അവിടെ ഫ്രീ ആണെങ്കിൽ വരാൻ പറഞ്ഞത് എല്ലാം കണ്ടിട്ട് പോകല്ലോ. അപ്പൊ സെയിൽസ് തുടങ്ങിയല്ലോ. സെയിൽസ് തുടങ്ങി, എന്നാലും ഫുൾ ഫ്ലെഡ്ജിലല്ല. അങ്ങനെ സെയിൽസ് തുടങ്ങി എന്നുള്ള രീതിയിൽ പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല. വരുന്നത് ചെയ്യുന്നുണ്ട്. അപ്പൊ വരുന്ന ആൾക്കാർ വരാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്രൈ നോക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന്. അപ്പം വാ ആത്താ എന്ത് ചെയ്യാൻ പോണേ പ്രവീൺ ചേട്ടൻ്റെ മോൻ പൃഥ്വി, നിങ്ങൾക്കൊന്ന് പറയല്ലേ. അവരാണ് ഇന്ന് ക്യാമറ കൈകാര്യം ചെയ്തത്. അപ്പോൾ കാത്തിരിക്കണം 18 വയസ്സാകാൻ വേണ്ടിയിട്ട്. 18 വയസ്സായി കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കുക, റൈഡ് പോകുക. അങ്ങനെ 18 വയസ്സായ ഉടനെ ബൈക്ക് ഒന്നും എടുക്കില്ല. അവൻ ബൈക്ക് ഓടിക്കാൻ പക്വത ഒന്നും തോന്നിയിട്ട് പക്വത മാത്രമേ കൊടുക്കൂ, ലുക്കിൽ കാര്യമില്ല. അപ്പോൾ എൻ്റെ വേറെ പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് മൂവ് ആക്കുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ ബിസി കറക്റ്റൊക്കെ നിൽക്കണം, പറ കറക്റ്റൊക്കെ നിൽക്കണം. കറക്റ്റൊക്കെ നിൽക്കണം.